എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് പറയുകയാണ്, എന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ വേദന അല്ലാഹു എനിക്ക് തന്നുപോയ മക്കളാണ്. അപ്പൊ ചോദിച്ചു, അലിയാർ തങ്ങൾ ചോദിച്ചു, മക്കളൊരു വേദനയാണോ? മക്കളൊരു വേദനയല്ല, ആ മക്കളെ കൊണ്ട് സന്തോഷിക്കലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മൂന്നാമതായിട്ട് നൽകിയിട്ടുള്ള പൊന്നുമോള്, ആ പൊന്നുമോൾക്ക് പടച്ചറബ് വല്ലാത്ത രോഗം കൊടുത്തുകൊണ്ട് എന്നെ പരീക്ഷിക്കുകയാണ്. അവൾ ഉറങ്ങുന്നില്ല, അവൾ കിടക്കുന്നില്ല. അവളൊന്ന് കിടക്കാൻ വേണ്ടി കിടന്നു പോകുമ്പോ അല്പം ഒന്ന് കണ്ണടച്ചു വരുമ്പോ വേദന കൊണ്ട് അവൾ എഴുന്നേറ്റിരിക്കും, ചാടി എഴുന്നേക്കും, വീണ്ടും ക്ഷീണം കൊണ്ട് മറിഞ്ഞു വീഴും. പല പ്രാവശ്യവും അവിടുന്ന് തലകറങ്ങി വീഴാറുണ്ട്. ഞാനൊരു പാപ്പയല്ലേ അലിയാർ തങ്ങളെ, എനിക്കത് കാണാൻ കഴിയുന്നില്ല. മനസ്സിന്റെ വേദന കൂടുകയാണ്. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ഈ ഒരു നൊമ്പരവും ഈ ഒരു കണ്ണീരും എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്ന സഹോദരനോട് ചോദിച്ചു, അല്ലാഹു നിങ്ങൾക്ക് തന്നുപോയ അനുഗ്രഹങ്ങളിൽ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ടോ? അവിടെന്ന് പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല, ആകപ്പാടെ എന്റെ കയ്യിലുള്ളത് എന്റെ പ്രിയപ്പെട്ടവൾ വരുന്ന സമയത്ത് കൊണ്ടുവന്ന ചെറിയൊരു സ്വർണമല്ലാതെ ഒന്നും എന്റെ വീട്ടിന്റെ ഉള്ളിലില്ല. ഒരുപാട് പ്രയാസങ്ങൾ വന്നു, ഒരുപാട് കണ്ണീരുകൾ വന്നു, ഒരുപാട് കഷ്ടപ്പാടുകൾ വന്നു. പക്ഷേ ഞാൻ എടുത്തിട്ടില്ല, വിറ്റിട്ടില്ല, പണയം വെച്ചിട്ടില്ല. ആ ഒരു ചെറിയ ഒരു സ്വർണം എന്റെ പ്രിയപ്പെട്ടവരുടെ പക്കൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്യാതെ അതുമാത്രമാണ് എന്റെ ജീവിതത്തിലുള്ളത്, അതുമാത്രമാണ് എന്റെ ജീവിതത്തിലുള്ളത്, അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോകണം. നീ നിന്റെ വീട്ടിലേക്ക് പോയിട്ട് നീ നിന്റെ ഭാര്യയോട് ചോദിക്കണം, ആ ഒരു പൊട്ടിയ ഒരു സ്വർണമാണെങ്കിലും അത് ഒരു സദസ്സ് കാണിച്ചു തന്നാൽ ആ ഒരു സദസ്സിലേക്ക്, ആ ഒരു ഈത്തപ്പന മരത്തിന്റെ ചുവടിൽ ഇരിക്കുന്ന ആളുകളുടെ ചാരത്തേക്ക് അതിനെ കൊണ്ടു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ എന്ന് നിന്റെ ഭാര്യയോട് ചോദിച്ചിട്ട് നീ വരണം. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് കടന്നു പോവുകയാണ്. കടന്നു പോയിട്ട് ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോ, എങ്ങനെയായാലും കുഴപ്പമില്ല, നമ്മുടെ കുട്ടിയുടെ രോഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തന്നാൽ അതിനേക്കാൾ സന്തോഷവും ആനന്ദവും മറ്റൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെയേറെ സന്തോഷത്തോടുകൂടി ഭാര്യ പറഞ്ഞു വിടുമ്പോ അലിയാർ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, അലിയേ, മനസ്സിന്റെ അവിടുന്ന് കടന്നു വന്നിട്ട് പറഞ്ഞു, അലിയേ, സന്തോഷത്തോടെ എന്റെ പെണ്ണ് അത് എന്റെ കയ്യിൽ ഈ സമയം തന്നെ തന്നുവിട്ടിരിക്കുകയാണ്. ഞാൻ ഇതെവിടെയാ കൊണ്ടുപോകേണ്ടുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നീ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ അവിടെ ഒരു ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ബഹുമാനപ്പെട്ട ജുബൈർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരിപാവനമായ പവിത്രമായ ഖുർആൻ അവിടെ ഉള്ള കൊച്ചുകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഖുർആൻ പഠിപ്പിക്കുന്ന മക്കൾ, ആ ഖുർആൻ പഠിക്കുന്ന മക്കൾ അവരൊരുപാട് സമ്പത്തുള്ളവരല്ല, ഒരുപാട് കൊട്ടാരങ്ങളുള്ളവരല്ല, ഒരുപാട് ആനുകൂല്യങ്ങളുള്ളവരല്ല. അതുകൊണ്ട് ആ മക്കൾ ഇരിക്കുന്ന സ്ഥലത്തേക്കൊന്ന് കടന്നുപോയി നിന്റെ മക്കളിലുള്ള ആ ഒരു ചെറിയ സ്വർണം അവിടെ കൊടുക്കണം. ബഹുമാനപ്പെട്ട സ്വഹാബിയുടെ കയ്യിൽ കൊടുത്തിട്ട്, ഈ ഇരിക്കുന്ന മക്കൾക്ക് ഇത് വിറ്റിട്ട് എന്താണോ കിട്ടുക, ഈ പൊന്നു മക്കൾക്ക് അതിന്റെ ഒരു ഭാഗം നിങ്ങൾ കൊടുക്കണമെന്ന് പറയുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് കടന്നുപോയി. അവിടെ ചെന്നുകൊണ്ട് ആ സ്വഹാബിയുടെ കയ്യിൽ തന്റെ പ്രിയപ്പെട്ടവൾക്ക് ഒരുപാട് രോഗം വന്നപ്പോ, ഒരുപാട് പ്രയാസം വന്നപ്പോ എവിടെയും എടുത്ത് ചിലവഴിക്കാത്ത ആ ഒരു സ്വർണം തന്റെ മകൾക്കൊരു രോഗം വന്നപ്പോൾ കൊടുത്തു വിട്ടു. ആ കൊടുത്തുവിട്ട സ്വർണ്ണാഭരണവുമായി കടന്നുപോയി അവിടെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അവിടെ ഇരിക്കുന്ന ഉസ്താദ് ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട സ്വഹാബിയുടെ മുമ്പിൽ അവിടെ ഇരിക്കുന്ന മക്കളോട് പറഞ്ഞു, എന്റെ മകൾക്കൊരു രോഗമുണ്ട്, എന്റെ മകൾക്കൊരു പ്രയാസമുണ്ട്. ആ ഒരു രോഗം ഈ തന്നത് ഒരുപാടൊന്നുമില്ല, ചെറിയൊരു സ്വതക്ക മാത്രമേ ഉള്ളൂ, ചെറിയൊരു ഹദിയ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഉള്ള ഹദിയ കൊണ്ട് നിങ്ങൾ എന്റെ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം. എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് ദുആ ചെയ്തതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്തതാണ്. പക്ഷേ അവിടുന്ന് അല്ലാഹുവേ രോഗം മാറിയിട്ടില്ല. പക്ഷേ ഹബീബിനോട് ചെന്നിട്ട് പറഞ്ഞിട്ടുമില്ല. രോഗം മാറാതെ വിഷമത്തോട് നമ്പരത്തോടുകൂടി കടന്നുകൂടുമ്പോ എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, അവസാനം അവിടുന്ന് ചെന്നിട്ട് പറഞ്ഞു, ഒന്ന് ദുആ ചെയ്യണം.
മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് കടന്നുപോയതാണ്. നിറഞ്ഞ മനസ്സോടെ കടന്നുപോയിട്ട് അവിടെ ഇരിക്കുന്ന സഹാബിയോട് പറഞ്ഞു, സഹാബാ, പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കടന്നു വന്നത് എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ പരിപാവനമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിൽ ശിഫാഇന്റെ ഒരുപാട് ആയത്തുകളുണ്ടല്ലോ. നിങ്ങളൊന്ന് ദുആ ചെയ്യുവോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിപ്പോയ മക്കളിൽ മൂന്നാമത്തെ പൊന്നുമോക്ക് പടച്ച റബ്ബ് വല്ലാത്തൊരു രോഗം തന്നിരിക്കുകയാ. എത്ര കരഞ്ഞെന്നറിയോ, എത്ര വേദനിച്ചെന്നറിയോ, എത്ര നൊമ്പരപ്പെട്ടെന്നറിയോ. പക്ഷേ രോഗം മാറുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അലിയാര് തങ്ങളാണ് എന്നെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഇവിടെ കടന്നു വന്നിട്ട് ഹാഫിളീങ്ങളായ മക്കളുണ്ടല്ലോ, അല്ലാഹുവേ, 3 മക്കൾ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച മക്കളും ഈ കൂട്ടത്തിലുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്വഹാബാ, ഈ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ടൊന്ന് ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട സ്വഹാബി പറഞ്ഞു, മോനെ, നീ കടന്നു പോകണ്ട, ഇവിടെ ഇരിക്കുവോ? ഈ ഖുർആനിന്റെ ആയത്തുകള് എന്റെ മുമ്പിലിരിക്കുന്ന മക്കളൊന്ന് ഓതിത്തരുന്നത് നീയൊന്ന് കേൾക്കുവോ? അല്ലാഹുവേ, നിറഞ്ഞ മനസ്സോടുകൂടി അവിടെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കള് ഖുർആൻ ഓതുമ്പോഴും മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്തെന്നറിയോ? പടച്ചവനേ, ഈ പൊന്നുമക്കളോതുന്ന ഓരോ ഖുർആനിന്റെ ആയത്തിന്റെ ഹർഫിന്റെ ബറക്കത്ത് കൊണ്ട്, പവർ കൊണ്ട് പടച്ച റബ്ബേ, എന്റെ പൊന്നുമോളൊന്ന് കിടന്ന് ഉറങ്ങുന്നത് കാണിക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്യുകയാ. നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്തു. അവിടെ ഇരുന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ദുആ ചെയ്ത്. പ്രിയപ്പെട്ട ഹാഫിളീങ്ങളായ മക്കള്, അല്ലാഹുവിന്റെ ഖുർആനെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടി ആവേശത്തോടെ ദാഹത്തോടെ കടന്നു വന്ന പ്രിയപ്പെട്ട മക്കള് നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് ആമീൻ എന്ന് പറയുകയാ. പടച്ചവനെ, പ്രിയപ്പെട്ട സ്വഹാബി ഓടുകയാണ്. വീടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോകുമ്പോ എന്ന് ജോലി കഴിഞ്ഞ് കടന്നു വന്നാലും പ്രിയപ്പെട്ട പൊന്നുമോളെ വേദന കൊണ്ട് കരയുന്ന കരച്ചിലാ കേൾക്കുന്നത്. ഇന്ന് വീടിന്റെ ഉള്ളിൽ അനക്കമില്ല. ആ പ്രിയപ്പെട്ട സ്വഹാബി പറഞ്ഞു പോവുകയാണ്, റബ്ബേ, എന്റെ പൊന്നുമോക്ക് മരണം വല്ലതും സംഭവിച്ചു പോയോ? അവൾ അനങ്ങുന്നില്ലല്ലോ, അവൾ അനങ്ങുന്നില്ലല്ലോ, അവൾക്കെന്തേ പറ്റിയത് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വീട്ടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ ഇന്നലെ വരെ വാവിട്ടുകൊണ്ട് നിലവിളിച്ച പൊന്നുമോള്, ബാപ്പാ, വേദനിക്കുന്ന ബാപ്പാ, ശരീരങ്ങൾ കീറി മുറിക്കുന്നത് പോലെ, സൂചി കൊണ്ട് കുത്തുന്നത് പോലെ വേദനിക്കുന്ന ബാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുപോയ പൊന്നുമോള് പടച്ചവനെ നല്ലതുപോലെ കിടന്ന് ഉറങ്ങുകയാണ്. നല്ലതുപോലെ കിടന്ന് ഉറങ്ങുകയാണ്. പുന്നാര മകളെ ഉണർത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവള് പറഞ്ഞു, പൊന്നുമകളെ കിടന്നതേ ഉള്ളൂ, അവൾക്ക് ഇതുപോലെ ഒരു ഉറക്കം കിട്ടിയിട്ടില്ല. എന്ത് സുന്ദരമായിട്ടാണ് അവള് കിടന്നുറങ്ങുന്നത്. പടച്ച റബ്ബേ, ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയിട്ടില്ല. മണിക്കൂറുകളോളം പ്രിയപ്പെട്ട പൊന്നുമോള് വർഷങ്ങളായി ഉറങ്ങിയിട്ട് ആ പൊന്നുമോള് സുഖനിദ്രയില. അവിടെ നദാ മഗ്രിബിന്റെ സമയമാകുമ്പോ പ്രിയപ്പെട്ട പൊന്നുമോള് കണ്ണു തുറക്കുകയാണ്. പ്രിയപ്പെട്ട പൊന്നുമോള് കണ്ണു തുറക്കുകയാണ്. അല്ലാഹുവേ, ഓടിപ്പോയിട്ട് പൊന്നുമകളെ വാരിപ്പുണർന്നു. പൊന്നുമകളെ കെട്ടിപ്പിടിച്ചു. ആ കുഞ്ഞിളം കൈകൾ പിടിച്ചു മുത്തം കൊടുത്തു. ആ കുഞ്ഞിളം ചുണ്ടിൽ മുത്തം കൊടുത്തു. ആ പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് കരഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു, മോളെ, ബാപ്പാന്റെ കൈ പിടിച്ചുകൊണ്ട് കടന്നു വരാൻ പറ്റുമോ? അവിടെ നിന്ന് പറഞ്ഞു, ബാപ്പാ, എന്റെ കൈ വെക്കുമ്പോൾ വേദനയില്ല, നടക്കുമ്പോൾ വേദനയില്ല, സംസാരിക്കുമ്പോൾ വേദനയില്ല, ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല, ഇന്നത്തെ ദിവസം ഒരു പച്ച മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല, ശരീരത്തിന് നല്ല ഊർജമാ ബാപ്പാ.
പടച്ചവനെ പ്രിയപ്പെട്ട പിതാവ് പറയുകയാ, എന്നാൽ എന്റെ പൊന്നുമോള് കടന്നു വരുവോ എന്ന് പറഞ്ഞ് പൊന്നുമോളെ കൈപിടിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. എവിടെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മരുമകനായ അലിയൻ കറമഹുല്ലാഹ്. എന്തുകൊണ്ടാണ് കറമഹുല്ലാഹ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് പറയുന്നു എന്നറിയോ? ഒരു വിഗ്രഹത്തിന്റെ മുമ്പിലും അവിടുന്ന് സുജൂദ് ചെയ്തിട്ടില്ല, ഒരു വിഗ്രഹത്തിന്റെ മുമ്പിലും പോയിട്ടില്ല. അതുകൊണ്ടാണ് അലിയാർ ഞങ്ങൾക്ക് കറമഹുല്ലാഹ് എന്നുള്ള പേര് വീണത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ കടന്നു പോകുമ്പോ ചോദിക്കുന്ന മകളുടെ വേദന മാറിയോ? അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയാർ തങ്ങളെ, എന്റെ മകള് ചിരിച്ചല്ലോ, അവള് നടന്നല്ലോ, അവള് വർത്തമാനം പറഞ്ഞല്ലോ. അലിയാർ തങ്ങൾ പറയുന്നു, ഇതെന്തിന്റെ പവറെന്നറിയോ? പടച്ചവന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളോട് കാണിച്ച സ്നേഹമുണ്ടല്ലോ, ആ മക്കളൊന്ന് സഹായിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ. പടച്ചവനെ എനിക്കറിയാം, നിങ്ങളെ പാവപ്പെട്ടവനാണെന്നറിയാ, നിങ്ങൾ വിശപ്പ് സഹിക്കുന്നവനാണെന്നറിയാ, നിങ്ങൾ ബുദ്ധിമുട്ട് സഹിക്കുന്നവനാണെന്നറിയാ. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, കടങ്ങളുള്ളതിനോടൊപ്പം വേദനകളുള്ളതിനോടൊപ്പം നൊമ്പരങ്ങൾ ഉള്ളതിനോടൊപ്പം കഷ്ടപ്പാടുള്ളതിനോടൊപ്പം വയുതുഇമൂന അത്ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനോ വയതീമോ വഅസീറോ. പടച്ചവരെ, നമുക്ക് വേദനകളുണ്ട്, നമുക്ക് പ്രയാസങ്ങളുണ്ട്, നമുക്ക് നൊമ്പരങ്ങളുണ്ട്. അതെല്ലാം ഉള്ളതിനോടൊപ്പം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ പടച്ചവന്റെ ഖുർആൻ പറഞ്ഞ് എന്തുകൊണ്ടെന്നറിയോ? പാവപ്പെട്ട ഹാഫിളീങ്ങളായ മക്കളെ സഹായിക്കുന്ന എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവേ, ഒറ്റ രാത്രികളിൽ നമ്മുടെ പള്ളികളിൽ ഉസ്താദുമാര് തൗബ ചൊല്ലിത്തരുന്നൊരു പതിവുണ്ടല്ലോ. അതിനകത്ത് പറയുന്നുണ്ട്, റബ്ബേ, നിന്നെ നല്ല കോലത്തിൽ കാണാ സൗഭാഗ്യം തരണേ അല്ലാ. എന്റെ പെങ്ങളെ, നിങ്ങൾ കൊടുക്കുന്ന ഒരു ചെറിയൊരു സ്വർണമോതിരമുണ്ടല്ലോ, നിങ്ങൾ കൊടുക്കുന്ന 10,000 ഉണ്ടല്ലോ, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന്റെ വാക്കുകളുണ്ടല്ലോ, എന്തിനെന്നറിയോ? വലഖാഹും നൽറതൻ വസുറൂറാ. പടച്ചവനെ പ്രകാശിക്കുന്ന മുഖത്തോടെ, അല്ലാഹുവിനെ പ്രകാശിക്കുന്ന മുഖത്തോടെ കാണുവാനാണ്. അതുകൊണ്ട് പെങ്ങളെ പേടിക്കണ്ട. ഈ 2-3-4 ദിവസങ്ങളായി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നത് ശംഷാദ് ഉസ്താദിനെ പോലെ ഉള്ളവർക്കല്ല. പിന്നെ ആരെയാ നിങ്ങൾ സ്നേഹിക്കുന്ന എന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനെയാ. ആ ഖുർആനോടുള്ള മഹബ്ബത്താ, ആ ഖുർആനോടുള്ള അനുരാഗമാ. അതുകൊണ്ട് ഒന്നുകൂടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാ, ഈ സദസ്സിൽ ദുആയുടെ കാര്യം പറഞ്ഞല്ലോ. അന്ന് ഹാഫിളീങ്ങൾ ഖുർആൻ പഠിക്കുന്ന മക്കളുടെ മുമ്പിൽ പോയിട്ട് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്തപ്പെടല്ലേ. കൊല്ലങ്ങൾ കൊണ്ട് മാറാത്ത രോഗങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാ കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഉമ്മമാര്, ഞാനും ആദ്യമായിട്ട് ഇവിടെ വരികയല്ലല്ലോ, പലവട്ടം നമ്മൾ ഒരുമിച്ച് കൂടിയവരാണ്. ആ ഒരു സ്നേഹത്തോടെ നിങ്ങളോട് പറഞ്ഞു പോവുകയാ. ഈ ഉള്ള പരിപാടികൾ അവസാനിപ്പിക്കുമ്പോ പടച്ച റബ്ബേ, ഒന്നുമില്ല എന്നുണ്ടെങ്കിലും കയ്യിലുള്ളതിന്റെ ഒരു ഭാഗം ഈ പൊന്നുമക്കള് നല്ലതുപോലെ ഖുർആൻ പഠിക്കാൻ, സന്തോഷത്തോടെ കടന്നു പോകാൻ, ആനന്ദത്തോടെ കടന്നു പോകാൻ, അതിന്റെ ഒരു വില്ലേജ് ഇവിടെ കടന്നു വരാൻ, അത് കാരണത്താ ലാ തങ്കതിഉ അബദാ, മുറിഞ്ഞു പോകാത്ത ആനുകൂല്യങ്ങൾ ഈ ദുനിയാവിൽ നമ്മൾ ശാശ്വതരല്ല. മരണം എപ്പോൾ നമ്മളെ വന്നിട്ട് പിടിച്ചാലും ആ സമയം നമ്മൾ പോയേ പറ്റൂ. ആ സമയം നമ്മൾ പോയേ പറ്റൂ. നമ്മൾ പച്ചമണ്ണിൽ കിടക്കുമ്പോഴും ഒരിക്കലും മുറിയാത്ത സന്തോഷം വേണോ? ഇവിടെ ഇരിക്കുന്ന മക്കൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. അവർക്ക് വേണ്ടിയാ നിങ്ങളുടെ സഹായം. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്, ആ ഒരു ആനന്ദത്തിന് വേണ്ടിയാണ്, ആ ഒരു ആഹ്ലാദത്തിന് വേണ്ടിയാ നിങ്ങൾ ചെയ്യുന്ന ഓരോന്നും അല്ലാഹു പാഴാക്കൂല. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, അത് ഞാൻ പറയാനുള്ള കാരണം അതാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഖുർആനെ സ്നേഹിച്ചവരുടെ മഹത്വങ്ങൾ പറയാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. നമുക്ക് പറയാനുള്ളത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അലിയാർ തങ്ങളുടെയും സംഭാഷണമാണ്.
ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പറയാ, നമുക്ക് അല്ലാഹുവേ ഈ ദുനിയാവിന്റെ പുറത്ത് നമുക്കെല്ലാം ഉണ്ട് ഇല്ലേ? നമ്മളെ കൊണ്ട് എന്താണോ കഴിയുക. ഒന്നുമില്ല, പെങ്ങളെ വീട്ടിൽ പോയിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഒന്നുമില്ല, ചെറിയൊരു പൊട്ടിയൊരു മോതിരണ്ട്, അല്ലെങ്കിൽ ഒരു പൊട്ടിയ സ്വർണ്ണാഭരണുണ്ട്, ഞാനതെന്റെ പ്രിയപ്പെട്ട ഹിഫ്ള് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അതിന്റെ സ്ഥാപനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തിനാണോ ഞാൻ കൊണ്ട് കൊടുത്തോട്ടെ. അൽഹംദുലില്ലാ പെങ്ങളെ, ഒരു കുഴപ്പമുണ്ടാവൂല. ഒരിക്കലും മുറിയാത്ത സന്തോഷം നമുക്ക് ലഭിക്കല്ലേ. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഉറക്കെ ആമീൻ പറയും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ഖുർആനിനെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഖുർആനിന്റെ നമ്മൾ ആരും കാണിക്കാനങ്ങല്ലോ. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അള്ളാഹുക്ക് വേണ്ടി കൊടുക്കുന്നത് റബ്ബിനെ കാണിക്കാനാണ്. ബഹുമാനപ്പെട്ട ശൈഖുന നമ്മുടെ പിന്നെ ആലിപ്പറം ഉസ്താദിനെ കണക്കുള്ളവർക്കറിയാം. നമ്മളൊക്കെ പിന്നെ അന്തമാനിൽ പോയപ്പോ ഒന്നുമില്ല, വെറും 2 ദിവസത്തെ വാള് പറഞ്ഞതേ ഉള്ളൂ. അവിടെയുള്ള ഉമ്മമാരൊക്കെ ഒരുപാട് സ്വർണങ്ങൾ, 27 ലക്ഷത്തോളം രൂപ ആ സാധുക്കൾ അവിടെ നിന്ന് കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അത് അവർ എന്നെ കണ്ടിട്ടോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ആലിപ്പറം ഉസ്താദിനെ കണ്ടിട്ടോ ഒന്നല്ല. ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മദീനത്തിന്റെ മണിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശാലത്തിന്റെ അതരങ്ങളിലൂടെ നമുക്ക് ഓതി കേൾപ്പിച്ച ഖുർആനിന്റെ മാധുര്യം കൊണ്ടാണ് അല്ലേ? വലഖാഹും നളറതൻ വസുറൂറ. അല്ലാഹുവിനെ പ്രകാശിക്കുന്ന മുഖത്തോടെ കാണാനാണ്. ഇന്നിപ്പോ ഞാൻ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും, നിങ്ങൾക്ക് ഒരു ഷെയ്യും കിട്ടിയിട്ടില്ലെങ്കിലും, നിങ്ങൾ വന്നത് അല്ലാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹം കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാൽ അതിന് അല്ലാഹു നിങ്ങളെ വിടൂല്ല. നിങ്ങൾ ഒരിക്കലും അല്ലാഹു തആല കൈവടിയില്ല. അല്ലാഹു തആല മഗ്ഫിറത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെ മനസ്സിലും ആ ഒരു ഓർമ്മ വെക്കണം. അതിനാണ് ആദ്യം തന്നെ അള്ളാന്റെ കലാമിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഈ മക്കളൊക്കെ ഇരുന്നിട്ട് ഓതുമ്പോ പടച്ചവനെ അതിന്റെ പ്രതിഫലം എങ്ങനെ കിട്ടിയാൽ ലോകം അവസാനിക്കുന്ന സമയം വരെ അല്ലേ? نفخ في الصور أخرى فإذا هم قيام ينظرون. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്ന സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തല്ലോ, പ്രിയപ്പെട്ട സ്വഹാബ, പടച്ചവന്റെ ഖുർആൻ പ്പെട്ടവരാണോ? ആ ഖുർആനിന്റെ അഹ്ലുകാർ നിങ്ങൾ സ്നേഹിച്ചവരാണോ? ആ ഖുർആൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവന്നതാണോ? പടച്ചവനെ, ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞിട്ട് പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ നിങ്ങൾ കിടക്കുമല്ലോ. ബഹുമാനപ്പെട്ട മലക്ക് ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുന്നത് വരെ ആ കോളേജുള്ളപ്പോ, ആ സ്ഥാപനമുള്ളപ്പോ, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഖുർആനിന്റെ സ്നേഹം എന്താണോ, അല്ലാഹുവേ, മുറിഞ്ഞു പോകാതെ അതിന്റെ പ്രതിഫലം നിങ്ങളുടെ കബറിടത്തിലേക്ക് ലഭിക്കുമെന്ന് സയ്യിദുനാ അലി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ സന്തോഷത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആമീൻ അവിടെ ആവശ്യമുള്ളത്. ഇപ്പൊ നിങ്ങൾ ഒന്നും തരണ്ട, ഇപ്പൊ ആമീൻ പറഞ്ഞാൽ മതി. അള്ളാഹുനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. അള്ളാഹു തആല സന്തോഷം തരട്ടെ. അതുകൊണ്ട് ഇനി ഞാൻ അതിലേക്ക് പോകുന്നില്ല. ബഹുമാനമുള്ള മുഅ്മിനുകളെ, പരിശുദ്ധമാക്കപ്പെട്ട ഒരു റമളാനിന്റെ പകലിൽ ഞാൻ വിഷയത്തിലേക്ക് വരാം. ഞാൻ ആദ്യം ഇത് പറഞ്ഞത് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട്, ഖുർആന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇവിടത്തേക്ക് ദുആ ചെയ്യാൻ വേണ്ടി കടന്നു വരുന്ന സമയം വരെ നിങ്ങൾക്ക് ആലോചിക്കാനുള്ള സമയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടത് അല്ലാഹു തആല നാഫിയാക്കി തരട്ടെ. എന്താ ആമീനൊരു കുറവ്? ഇന്നലെ ഇല്ലായിരുന്നല്ലോ. അല്ലാഹു തആല നമുക്കൊക്കെ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ദുആ ചെയ്യുന്നത് എന്തിനെന്നറിയോ? നിങ്ങളുടെ സമയം കളയാനല്ല, അല്ലെങ്കിൽ വിഷയം പറയാൻ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. ഇത് റമളാനാണ്. ഈ റമളാനിൽ ഒരുപാട് സ്വാലിഹീങ്ങൾ, ഒരുപാട് സ്വാലിഹത്തുക്കൾ ഇവിടെ ഉണ്ട്. ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്, ഖുർആൻ ഓതിയവർ, തഹജ്ജുദൊക്കെ നിസ്കരിച്ചവർ, റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞവർ ഒക്കെ ഉണ്ടല്ലോ. അവരൊക്കെ ആമീൻ പറയുമ്പോൾ നമ്മളൊക്കെ രക്ഷപ്പെട്ടാലോ? അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവും കൂടെ കടക്കുകയാണ്. ഒരു യാത്ര, ചെറിയൊരു യാത്ര, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ഒന്ന് സഞ്ചരിക്കാൻ ഇറങ്ങിയതാണ്.
ആ സമയം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നിശബ്ദരായിട്ട് നടന്നു പോവുകയാണ്. ആ സമയമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു പോവുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉസ്മാൻ, നമ്മൾ എപ്പം നടന്നു പോയാലും ഒരുപാട് കഥകൾ പറയാറുണ്ടല്ലോ, പടച്ചവന്റെ ഖുർആനെ പറ്റി പറയാറുണ്ടല്ലോ, നിസ്കാരത്തെ പറ്റി പറയാറുണ്ടല്ലോ, റബ്ബിന്റെ ദീനിനെ സഹായിക്കുന്നതിനെ പറ്റി പറയാറുണ്ടല്ലോ. ഇന്നെന്തേ നിങ്ങൾ നിശബ്ദരായിട്ട് നടന്നു പോകുന്നു എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു പോകുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, അലിയേ, ഇതേതാ മാസമെന്നറിയോ? ശഹ്റു റമളാൻ. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനാണ്. എന്തേ ഉസ്മാനെ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഇതിപ്പോഴൊന്നുമല്ലല്ലോ, പിന്നെന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? പരിശുദ്ധമാക്കപ്പെട്ട റമളാനാ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഉടൻ തന്നെ പറയുന്നു, അലിയേ, ഈ റമളാൻ നമ്മൾ പാഴാക്കുന്നവരാണോ? ഈ റമളാൻ നമ്മൾ കൊന്നു കളയുന്നവരാണോ? റമളാനിന്റെ പകലുകളെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നവരാണോ? പടച്ച റബ്ബേ, അവിടുന്ന് പറയുന്ന അലിയാര് തങ്ങളെ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ 10 പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, മഗ്ഫിറത്തിന്റെ 10 നമുക്ക് തന്നിട്ടുണ്ടല്ലോ, നരകമോചനത്തിന്റെ 10 നമുക്ക് തന്നിട്ടുണ്ടല്ലോ, റഹ്മത്തിന്റെ 10 സലാം പറഞ്ഞ് പിരിയുന്ന സമയത്തോ അവിടെ അലിയാർ തങ്ങളുടെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെയും യാത്ര, അവിടെ റഹ്മത്തിന്റെ 10 സലാം പറയുന്ന സമയത്താണ് അവിടെ ചോദിക്കുന്നു, അല്ല അലിയേ, അല്ലാഹുവിന്റെ റഹ്മത്തതാ കടന്നു പോവുകയാണ്, പടച്ചവന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിച്ചോ? അലിയേ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഈ ഒരു വാക്ക് ഉസ്മാൻ തങ്ങൾ പറയുമ്പോ അലിയാര് തങ്ങളുടെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒലിച്ചിറങ്ങുകയാണ്. അവിടെന്ന് പറയുന്നു, ഉസ്മാൻ, ഞാൻ ചിന്തിക്കാത്തത് കൊണ്ടല്ല, ഈ അലിയാർക്ക് പടച്ച റബ്ബിന്റെ റഹ്മത്ത് ലഭിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ സന്തോഷം ലഭിച്ചിട്ടുണ്ടോ? അറിയില്ല ഉസ്മാൻ. അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 4 ചോദ്യങ്ങൾ ചോദിച്ചു. ഈ 4 ചോദ്യങ്ങൾ നിങ്ങളിലുണ്ടോ? ഈ 4 ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എനിക്ക് അലിയേ വേണ്ടുന്ന കോലത്തിൽ തന്നുപോയാ അൽഹംദുലില്ലാഹ്, നമുക്ക് മനസ്സുകൊണ്ട് സന്തോഷിക്കാം, പടച്ചവന്റെ റഹ്മത്ത് നമുക്ക് ലഭിച്ചെന്ന് സന്തോഷിക്കാം. ഉടൻ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് നിറഞ്ഞു കഴുകുന്ന കണ്ണുകളോടെ അലിയാർ തങ്ങൾ ചോദിക്കുകയാണ്, പറയുവോ ആ ഉള്ള 4 ചോദ്യങ്ങള്, ആ ഉള്ള 4 ചോദ്യങ്ങള് പറയുവോ? ഒന്നാമത്തെ ചോദ്യം ഏതാണ്? എവിടെ പ്രഭാഷണങ്ങൾ നടത്തിയാലും, എവിടെ അല്ലാഹുവേ വാദ് നടത്തിയാലും, റമളാനിന്റെ പ്രഭാഷണത്തിൽ ഉസ്താദുമാര് കൂടുതൽ ചർച്ചകൾ ചെയ്യുന്നത് നമ്മുടെ നാവിനെ പറ്റിയാണ്, നമ്മുടെ നാവിനെ പറ്റിയാണ്, നമ്മുടെ ശരീരങ്ങളെ പറ്റിയാണ്, നമ്മുടെ കണ്ണിനെ പറ്റിയാണ്, നമ്മുടെ ഖൽബിനെ പറ്റിയാണ്. എന്നാൽ അവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന് അവിടെ ആദ്യം ചോദിച്ചു പോയത്, അലിയേ, നിന്റെ നാവിനെ സൂക്ഷിച്ചവനാണോ? പെങ്ങളെ, ഉസ്താദുമാര് വാദ് പറഞ്ഞ് കേട്ടതാണ്, ഒരുപാട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു പോകൂല, പെട്ടെന്ന് വിഷയങ്ങൾ പറഞ്ഞ് പൂർത്തീകരിക്കും ഇൻഷാ അല്ലാഹ്. അവിടെ ഒന്നാമത്തെ ചോദ്യം, അലിയേ, നിങ്ങൾ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ പടച്ചവന്റെ പരിശുദ്ധമായ റമളാൻ നിങ്ങളിലേക്കൊന്ന് കടന്നു വരുമ്പോ ഏതെങ്കിലും ഒരു സെക്കൻഡില്, മണിക്കൂറിന്റെ കഥയല്ല, ദിവസത്തിന്റെ കഥയല്ല, ഉസ്താദുകൾ ചോദിക്കുകയാണ്, അലിയേ, ഏതെങ്കിലും ഒരു സെക്കൻഡില് ആരെ പറ്റിയെങ്കിലും വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചവന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കൂല അലിയേ. ഒരുപാട് ചരിത്രങ്ങളുണ്ട്, നിങ്ങളൊക്കെ ഒരുപാട് കേട്ടവരുമാണ് ഇപ്പൊ നാവിനെ പറ്റി, അതിലേക്കൊന്നും അതുകൊണ്ട് ഒരുപാട് പോകുന്നില്ല.
അലിയെ നിങ്ങൾ നിങ്ങളുടെ നാവിനെ സൂക്ഷിച്ചിട്ടുണ്ടോ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അലിയും ഫിൽ ജന്ന അല്ലേ? ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن في العشير الكرم. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 മഹാരഥന്മാരിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആലിയാർ തങ്ങളോടാ ചോദിക്കുക, നിങ്ങൾ എന്തെങ്കിലും അറിയാതെ ആരോടെങ്കിലും ആരെപ്പറ്റിയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏയ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാ നിങ്ങൾ സന്തോഷിച്ചോളി, നിങ്ങൾക്ക് ഉറപ്പല്ലേ അലിയെ? എനിക്കുറപ്പാണ്, ഞാൻ ആരെയൊന്നും പറഞ്ഞിട്ടില്ല. പള്ളിക്കാരെയും പറഞ്ഞിട്ടില്ല, ഇമാമിനെയും പറഞ്ഞിട്ടില്ല, അയൽവാസിയും പറഞ്ഞിട്ടില്ല, കൂട്ടുകാരെയും പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യനെ പറ്റിയും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ അലിയെ നിങ്ങൾ പേടിക്കണ്ട, പെങ്ങളെ ഗൗരവമാണ്, നാവ് വലിയ ഗൗരവമാണ്. എന്തിനേറെ പ്രിയപ്പെട്ട ഉമ്മമാര് കേൾക്കാൻ, ബാപ്പമാര് കേൾക്കാൻ ഞാനെന്ന് പറയട്ടെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനാണെങ്കിൽ പോലും നമ്മളും ഒരുമിച്ച് കൂടിയാൽ പടച്ചവനെ അല്ലാഹുവേ എത്രയോ കുറ്റങ്ങളാ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആരെപ്പറ്റിയെങ്കിലും കുറ്റപ്പെടുത്തിയാൽ, ഗീബത്ത് പറഞ്ഞാ 10 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശിക്ഷിക്കുന്നതാണ്. ജീവിതത്തിൽ എപ്പോഴുമല്ല, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വട്ടം നിങ്ങൾ ഗീബത്ത് പറഞ്ഞവരാണോ, എന്റെ ഉമ്മ വല്ലാത്ത പ്രയാസമാ. അല്ലാഹു തരുന്ന 10 പരീക്ഷണങ്ങൾ ഏതെന്നറിയോ? യസീറു ബഈദൻ അൻ റഹ്മത്തില്ലാഹ്. പടച്ചവനെ, നമുക്കൊക്കെ ആദ്യമായി കിട്ടിയിട്ടുള്ളത് ഏതാണ്? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ 10 പടച്ചവന്റെ റഹ്മത്തിന്റെ 10. എന്നാൽ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ, നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരുത്തനെ പറ്റി ഗീബത്ത് പറഞ്ഞ യസീറു ബഈദൻ അൻ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ടവൻ വിദൂരത്താണ്, അവനിക്ക് പടച്ചവന്റെ റഹ്മത്ത് ലഭിക്കില്ല. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. രണ്ടാമത്തതോ യഖ്തഉൽ മലായികതു അൻഹു സുഹബാ. പടച്ചവന്റെ മാലാഖമാര് അവനുമായി സഹവസിക്കില്ല. പടച്ചവന്റെ മാലാഖമാര് നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീടാണോ, ഗീബത്ത് പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന വഴിയോരമാണോ, പടച്ചവനെ റഹ്മത്തിന്റെ മാലാഖമാര് നിങ്ങളുടെ ചാരത്തേക്ക് വരൂല്ല. നമ്മുടെ ഇടതും വലതുമുള്ള 2 മാലാഖമാര് ഒഴിച്ച് ബാക്കി ഒരൊറ്റ മാലാഖമാര് പോലും ഗീബത്ത് ദിവസത്തിലല്ല, അല്ലാഹുവേ ജീവിതത്തിൽ ഒരു വട്ടം പറഞ്ഞവരാണ്. പക്ഷെ അവൻ തൗബ ചെയ്തിട്ടില്ല. പറ്റി പറഞ്ഞവനോട് അല്ലാഹ് ചെന്നിട്ട് പൊരുത്തവും പിടിപ്പിച്ചിട്ടില്ല. എന്നാൽ അല്ലാഹുവിന്റെ മാലാഖമാര് അവനുമായി സഹവസിക്കൂല. യഖൂനു നസ്ഉ റൂഹിഹി ഇൻദ മൗതിഹി ശദീദാ. പടച്ചവനെ ഗൗരവമാണ് ചെറുപ്പക്കാരാ, കാര്യം നിസ്സാരമാണെങ്കിലും കാര്യം ഗൗരവമാണ്. യഖൂനു നസ്ഉ റൂഹിഹി ഇൻദ മൗതിഹി ശദീദാ. അവന്റെ ആത്മാവിനെ മലക്കുൽ മൗത്ത് വന്നിട്ട് പിടിക്കുന്ന സമയമുണ്ടല്ലോ, പടച്ചവനെ ആത്മാവിനെ പിടിക്കുന്ന സമയത്ത് വല്ലാത്ത കാഠിന്യമാണ്, വല്ലാത്ത നൊമ്പരമാണ്, വല്ലാത്ത ദുഃഖമാണ്. മദീനത്തിന്റെ മണൽപ്പരപ്പിന്റെ രാജകുമാരൻ പോലും ലോകത്തും ഇവിടെ പറയുന്ന സമയത്ത് കരഞ്ഞല്ലോ. കരഞ്ഞിട്ട് പറഞ്ഞല്ല, റബ്ബേ ഈ റൂഹ് പിടിക്കുന്നത് മുഹമ്മദ് നബിയുടെ റൂഹാണല്ല റബ്ബേ, സഹിക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലാഹ് എന്ന്
പറഞ്ഞിട്ട് മദീനത്തിന്റെ മുത്ത് പോലും കരഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ച റബ്ബ് നമുക്ക് തന്നുപോയ നിഅമത്താ നമ്മുടെ നാവ്. ആ നാവ് കൊണ്ട് ആരെയെങ്കിലും പറ്റി ഒരൊറ്റവട്ടം ഗീബത്ത് പറഞ്ഞ അവന്റെ മരണത്തിന്റെ സമയത്ത് കാഠിന്യമാണ്, അവനിക്ക് രക്ഷപ്പെടാൻ പറ്റൂല. യസീറു ഖരീബൻ ഇലന്നാർ. അല്ലാഹ് നമ്മളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്, നമ്മളൊക്കെ കരയുന്നുണ്ട്, അല്ലാഹുവിലേക്ക് പൊട്ടിക്കരയുന്നുണ്ട്. പടച്ച റബ്ബേ നിന്റെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് ഓതുമ്പോഴാകട്ടെ അതിനകത്തൊക്കെ നമ്മൾ പറയുന്നത് റബ്ബേ മിൻ അദാബിന്നാർ, നിന്റെ നരകത്തെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാ നമ്മൾ പറഞ്ഞു പോകുന്നതെങ്കിൽ എന്റെ പെങ്ങളെ, ഒരൊറ്റ വെട്ടം നമ്മൾ ഗീബത്ത് പറഞ്ഞൊരു പെണ്ണാണോ, ഗീബത്ത് പറഞ്ഞ ചെറുപ്പക്കാരനാണോ, ഗീബത്ത് പറഞ്ഞ ബാപ്പയാണോ, എന്നാൽ അല്ലാഹു തആല തരുന്ന ശിക്ഷ ഏതെന്നറിയോ? യസീറു ഖരീബൻ ഇലന്നാർ. അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് അവൻ അടുത്തവനാണ്, നരകത്തിലേക്ക് അവൻ അടുപ്പിക്കുകയാ. പിന്നെയോ യസീറു ബഈദൻ മിനൽ ജന്നാ. പടച്ചവനെ, സ്വർഗത്തിൽ നിന്നവൻ വിദൂരത്താണ്, സ്വർഗത്തിന്റെ ഫോട്ടോ അവനിക്ക് കാണിക്കൂല, മരിക്കുന്ന സമയത്ത് സ്വർഗം കാണിക്കൂല, ഖബറിന്റെ ഉള്ളിൽ സ്വർഗം കാണിക്കൂല, അല്ലാഹുവിന്റെ മഹ്ശറയിൽ സ്വർഗത്തിന്റെ സന്തോഷത്തിലേക്ക് അവനെ കടത്തിവിടൂല്ല. അല്ലാഹു നമ്മളെ മുഴുവനും കാത്തുരക്ഷിക്കട്ടെ. അഞ്ചാമതായി പറയുന്നതാണ് യസീറു ബഈദൻ മിനൽ ജന്നാ. പടച്ചവന്റെ സ്വർഗത്തെ ചോദിക്കണമെന്നാണല്ലോ. അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. നിറഞ്ഞ മനസ്സോടെ പരിശുദ്ധമായ റമളാനിൽ ഓതുന്ന ചെറുപ്പക്കാരാ, ഓതുന്ന പെങ്ങളെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന. പടച്ചവനെ, നിന്നോട് ഞാൻ സ്വർഗത്തെ ചോദിക്കുകയാ. വഅഊദു ബിക മിനന്നാർ. നിന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തെ പറ്റിയിട്ട് കാവല് ചോദിക്കുന്നെന്ന് പറഞ്ഞവരെ, പക്ഷേ ഗീബത്ത് പറഞ്ഞവരാണോ? എന്തേ പറഞ്ഞത്? യസീറു ബഈദ മിനൽ യസീറു ബഈദ മിനൽ ജന്നാ. പടച്ചവന്റെ സ്വർഗത്തിൽ നിന്ന് വിദൂരമാണ്. ആറാമതായി പറഞ്ഞു എന്തെന്നറിയോ? യസ്തദ്ദു അലൈഹി അദാബുൽ ഖബർ. പടച്ചവനെ, പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വന്നു. എല്ലാവരും പറയുന്നവൻ നല്ലവനാണ്, അവൻ നിസ്കരിക്കുന്നവനാണ്, അവൻ നോമ്പ് നോക്കുന്നവനാണ്, സുന്നത്ത് നോമ്പെടുക്കുന്നവനാണ്, പടച്ചവന്റെ ദീനിന് വേണ്ടി ഒരുപാട് ഹദിയ ചെയ്യുന്നവനാണ്, ദീനിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ അവൻ കടന്നു പോകുന്നവനാണ്, അവനിക്ക് നല്ല മരണമാണ്. അവനെ പോലെ സന്തോഷമുണ്ടോ? അവന്റെ ഖബറല്ലാതെ പിന്നെ ആരുടെ ഖബറാണ് സ്വർഗമാവുക? എന്റെ പ്രിയമുള്ള ഉമ്മ, എപ്പോഴെങ്കിലും നമ്മൾ ഗീബത്ത് പറഞ്ഞാ ഇസ്തദ്ദു അലൈഹി അദാബുൽ ഖബർ. ഖബറിന്റെ അദാബ് കാഠിന്യമാണ്, അവിടെ സന്തോഷമില്ല, നേരം പോക്കാക്കുന്ന മലക്കുകളില്ല, റഹ്മത്തിന്റെ മാടാളങ്ങൾ അല്ലാഹുവേ റഹ്മത്തിന്റെ കവാടങ്ങൾ അവിടെ തുറക്കൂല, അവിടെ വേദനാജനകമാണ്. ഏഴാമതായിട്ട് പറയുന്നതോ യുഹ്ബിതു അമലുഹു. അവന്റെ എല്ലാ അമലുകളും അല്ലാഹു പൊളിച്ചു കളയുന്നതാണ്. ഒന്നാമത്തെ ദിവസം മുതൽ ഈ ഒരു ഭാഗത്ത് കരിങ്കല്ലത്താണ്, ഈ ഒരു ഭാഗത്ത് അല്ലാഹുവേ പ്രഭാഷണമുണ്ടെന്നറിയുമ്പോ ഏത് ഉസ്താദുമാര് വന്നാലും ആവേശത്തോടെ ഓടി വരുന്ന ചെറുപ്പക്കാരാ, ഓടി വരുന്ന പെങ്ങളെ, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്ന, ഒരുപാട് ആമീൻ പറയുന്നവരെ,
എന്തിനേറെ പരിശുദ്ധമായ റമദാൻ എന്ന് കടന്നു വന്നപ്പോ പടച്ചവന്റെ ഖുർആൻ ഒരു ഖത്തവും രണ്ട് ഖത്തവും മൂന്ന് ഖത്തവും ഒക്കെ ഓതാന മനസ്സുകൊണ്ട് കരുതിയിട്ടിരിക്കുന്നവരെ എത്രയോ ഖുർആൻ നമ്മൾ മുമ്പ് ഓതിയിട്ടുണ്ട്. പടച്ച റബ്ബ് നമുക്ക് പ്രായപൂർത്തി എപ്പോഴാ തന്നത്? ആ സമയം മുതൽ നമ്മൾ നിസ്കരിച്ചവരാ, നമ്മൾ നോമ്പെടുത്തവരാ, നമ്മൾ സദഖ ചെയ്തവരാ, നമ്മൾ സക്കാത്ത് കൊടുത്തവരാ, പടച്ചവന്റെ ദീനിന്റെ വഴികളിലൂടെ കടന്നു പോയവരാ. നമ്മൾ ഒരു ഗീബത്ത് പറഞ്ഞൊരു പെണ്ണായ, ഗീബത്ത് പറഞ്ഞ മനുഷ്യനായ പടച്ചവനെ യുഹിബ്ബു അമലുഹു, അവന്റെ മുഴുവൻ അമാലുകളും പടച്ച റബ്ബ് പൊളിച്ചു കളയുമെന്ന. പിന്നെയോ യതഅല്ലാ മിൻഹു റൂഹുൻ നബിയിൽ മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആത്മാവുമായി അവന്റെ ആത്മാവിന് യോജിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹിയോടൊപ്പം അവനിക്ക് ചേരാൻ കഴിയില്ല. പിന്നെയോ യുസ്ഖിത്തുല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ കോപം അവന്റെ മേൽ കാഠിന്യമാ. പടച്ചവന്റെ കോപത്താണ് അല്ലാഹുവിന്റെ കോപമാ. പിന്നെയോ യസീറു മുഫ്ലിസൻ യൗമൽ ഖിയാമത്തി ഇൻദൽ മീസാൻ, പടച്ചവനെ നാളെ പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ, മഹ്ശറയിൽ വരുമ്പോ മീസാൻ എന്ന് പറയുന്ന ത്രാസില് അവനിക്ക് നന്മകളില്ല. പക്ഷേ ഒരുപാട് നിസ്കരിച്ചവനാട്, ഒരുപാട് നോമ്പെടുത്തവനാട്, ഒരുപാട് സദഖ ചെയ്തുകൊണ്ട് കടന്നു വന്നവനാട്. പക്ഷേ ഒന്നുമില്ല, മുഫ്ലിസ, അവൻ പാപ്പരാട്. അവന്റെ അമാലുകൾ മറ്റുള്ളവന് കൊടുത്തു, അവന്റെ നിസ്കാരം മറ്റുള്ളവന് കൊടുത്തു, അവന്റെ നോമ്പുകൾ മറ്റുള്ളവന് കൊടുത്തു. അതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അലിയേ, നിന്റെ നാവിനെ നീ സൂക്ഷിച്ചവനാണോ? നിനക്ക് ഉറപ്പാണോ അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചോ? അലിയേ,